Acuplus Interior and Electronics. പട്ടാമ്പി നഗരസഭാ ചെയർമാനും V4 പാർട്ടി നേതാവുമായിരുന്ന TP ഷാജി വീണ്ടും കോൺഗ്രസിലേക്ക്. മുന്നണി മാറ്റത്തിന്റെ മുന്നോടിയായി പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ സ്ഥാനവും കൗൺസിലർ സ്ഥാനവും രാജിവെച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പിയിലെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് സൂചന. TP ഷാജിക്കും പ്രവർത്തകർക്കും KPCC ആസ്ഥാനത്ത് സ്വീകരണം നൽകി. പട്ടാമ്പി നഗരസഭയിൽ ഞാനുൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പരിഗണിക്കാതിരുന്നത് കൊണ്ടാണ് V4 പട്ടാമ്പി എന്ന കൂട്ടായ്മ നമ്മളെല്ലാവരും രൂപീകരിച്ചത്. 6 സ്ഥലത്താണ് മത്സരിച്ചത്. ഈ 6 സ്ഥലത്തും വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ സാധിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കലവറയില്ലാത്ത പിന്തുണ നമ്മൾ നൽകി. എന്നാൽ ഇന്ന് നമ്മളെല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് കഴിഞ്ഞ കാലങ്ങളൊക്കെ. എന്നാൽ ഇന്ന് സ്വന്തം പാർട്ടിയിലേക്ക്, സ്വന്തം തറവാട്ടിലേക്ക് സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാനും പാർട്ടി നേതൃത്വം തയ്യാറായതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ഒരു തീരുമാനമെടുത്തത്. നഷ്ടപ്പെട്ടുപോയ പട്ടാമ്പി നഗരസഭ, നഷ്ടപ്പെട്ട പട്ടാമ്പി നിയമസഭ അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഞങ്ങൾ എല്ലാവരെയും ഈ പാർട്ടിയിലേക്ക് സ്വീകരിച്ച KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളെയും പാലക്കാട് MP പ്രിയപ്പെട്ട DK ശ്രീകണ്ഠൻ അവരുടെയും പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, കൌൺസിലർമാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളോടും ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും കോൺഗ്രസിലേക്ക് ചേക്കേറുന്നതിന്റെ ഭാഗമായി TP ഷാജിയും പ്രവർത്തകരും തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് പോയിരുന്നു. ഇന്ന് KPCC ആസ്ഥാനത്ത് TP ഷാജിക്കും പ്രവർത്തകർക്കും സ്വീകരണം നൽകി. KPCC മെമ്പറായിരുന്ന TP ഷാജിയെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം ചൂണ്ടിക്കാട്ടി പുറത്താക്കുകയും തിരിച്ചെടുക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലാണ് TP ഷാജിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ V4 പട്ടാമ്പി എന്ന പേരിൽ പുതിയ പാർട്ടിക്ക് രൂപം നൽകിയത്. UDFന് വിജയസാധ്യതയുണ്ടായിരുന്ന 6 വാർഡുകളിൽ V4 മുന്നണി സ്ഥാനാർത്ഥികളെ നിർത്തുകയും CPMന്റെ പിന്തുണയോടെ വിജയിക്കുകയും ചെയ്തു. ഇതിൽ മഹിളാ കോൺഗ്രസ് സെക്രട്ടറിയും കോൺഗ്രസിന്റെ കൗൺസിലറുമായിരുന്ന KT റുക്കിയയും ഉണ്ടായിരുന്നു. തുടർന്ന് CPM V4 മുന്നണി നഗരസഭ ഭരണം പിടിച്ചു. TP ഷാജി നഗരസഭ വൈസ് ചെയർമാനുമായി. തുടർന്ന് 5 കൊല്ലം CPMുമായി ചേർന്ന് TP ഷാജിയുടെ നേതൃത്വത്തിലുള്ള V4 മുന്നണി പട്ടാമ്പിയിൽ ഭരണം നടത്തി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ TP ഷാജിയുടെ രാഷ്ട്രീയ നീക്കം അനുകൂലമാകുമെന്നാണ് UDFന്റെയും പ്രതീക്ഷ. എന്നാൽ V4 പട്ടാമ്പി കൂട്ടായ്മയിലെ 6 പേരിൽ 4 പേർ കോൺഗ്രസിലേക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.